നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡ് നാളെ കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ എൽച്ചെയാണ്. നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 കളി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ രണ്ടാം പാദ മത്സരം, പ്രീ ക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ അവിടെ എത്തിഹാദിൽ പോയി നേരിടുന്നതിന് മുമ്പുള്ള കളി എന്ന നിലയ്ക്ക് ഈ കളിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇവിടെ വിജയിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ സ്ക്വാഡിൽ റൊട്ടേഷൻ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. പക്ഷേ കോച്ച് പറയുന്നത് എൻ്റെ മുന്നിൽ വിജയിക്കുക മാത്രമാണ് ലക്ഷ്യം, ഏറ്റവും ബെസ്റ്റ് പോസിബിൾ 11 ഇറക്കും, കളിക്കാൻ റെഡി എന്ന് കൈ ഉയർത്തുന്നവരെയാണ് ഞാൻ ഇറക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ എംബാപ്പെ കളിക്കുമോ? എംബാപ്പെ എന്തായാലും നാളെ കളിക്കില്ല. പക്ഷേ ആരാധകർക്ക് അറിയേണ്ടത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയായിട്ടുള്ള രണ്ടാം പാദ മത്സരത്തിൽ ഇത്തിഹാദിൽ കളിക്കാൻ എംബാപ്പെ ഉണ്ടാകുമോ എന്നാണ്. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആർബിലോയോട് അത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എംബാപ്പെ വിൽ നോട്ട് പ്ലേ ടുമാറോ. നാളെ എംബാപ്പെ കളിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അദ്ദേഹത്തെ കളിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എംബാപ്പെ എല്ലാ ദിവസവും കൂടുതൽ ബെറ്ററായി വരുന്നുണ്ട്. ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എവല്യൂഷൻ അനുസരിച്ചിരിക്കും. ബട്ട് അദ്ദേഹം ഇപ്പോൾ വളരെ നന്നായിട്ട് ആ ഒരു ചികിത്സയോടൊക്കെ പ്രതികരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എംബാപ്പെ മാഞ്ചസ്റ്ററിലേക്ക് ട്രാവൽ ചെയ്യണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലെറ്റ്സ് സീ ഹൗ ഈസ്. ഞായറാഴ്ച ഞങ്ങൾ അദ്ദേഹത്തെ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുകൂടി കോച്ച് പറയുന്നത്. അപ്പോൾ എംബാപ്പെ മിക്കവാറും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കളിക്കാനുണ്ടാകും എന്നൊരു സൂചനയാണ് അൽവാരോ ആർബിലോവ നൽകുന്നത്. അത് റയലിൻ്റെ മുന്നേറ്റങ്ങൾക്ക് മൂർച്ച നൽകുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ ഇപ്പോൾ നമുക്കറിയാലോ, ലാലിഗയിൽ 2ാം സ്ഥാനത്താണ് റയൽ നിൽക്കുന്നത്. 4 പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട്. ഇനിയൊരു കാലിടറിൽ ലാലിഗ കിരീടം, അതിലേക്കുള്ള സ്വപ്നം പൂർണ്ണമായിട്ടും അവർ ഉപേക്ഷിക്കാനുള്ള കാരണമാകും. അതുകൊണ്ട് കാലിടറാൻ പറ്റില്ല. എൽച്ചെക്കെതിരെ കളിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അതായത് UCL ആയിരുന്നല്ലോ കഴിഞ്ഞ കളി, ഇനി ഇപ്പോൾ ലാലിഗ. അപ്പോൾ ഇങ്ങനെ മാറ്റുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഓഫ് കോഴ്സ്. പക്ഷേ നമുക്ക് സെൽഫ് ഡിമാൻഡിങ് ആയി പറ്റൂ. മറ്റ് ടീമുകളോടൊപ്പം പോരാടാൻ നമ്മൾ മോട്ടിവേറ്റഡായി നിന്നേ പറ്റൂ. ഇപ്പം നമ്മൾ മുൻ മത്സരങ്ങളിൽ കണ്ട സെയിം എൽച്ചെ ആയിരിക്കില്ല ഇവിടെ കാണുക. ഇറ്റ്സ് നോർമൽ. റയലിനെ തോൽപ്പിക്കാൻ അവർ പരമാവധി ശ്രമിക്കും. അവർ ബെർണാബിയിലേക്ക് ഇങ്ങോട്ട് വരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആണ് നമ്മൾ പറഞ്ഞത് റയൽ മാഡ്രിഡ് പ്ലെയർ ആവുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നുള്ളത്. ഒരു വിന്നിങ് ക്യാരക്ടർ നിർബന്ധമായിട്ടും ടീമിന് ഉണ്ടാവണം. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തേ പറ്റൂ. ഞങ്ങൾ അതിനെക്കുറിച്ച് അവെയറാണ്. സോ ഒരു എക്സ്ട്രാ എഫേർട്ട് ഞങ്ങൾ ഇട്ടേ പറ്റൂ. ഒരു ഡൗട്ടുമില്ല, ഒരു എക്സ്ക്യൂസുമില്ല. ഒരു ഗ്രേറ്റ് ഗെയിം ഉണ്ടാക്കിയേ പറ്റൂ എന്നാണ് ആർബിലോ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.